സർവീസ് സൊസൈറ്റി വഖഫ് വിശദീകരണ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാളിലായിരുന്നു പരിപാടി. മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് വിശദീകരണ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസമദ് പൂക്കോട്ടൂർ വിഷയാവതരണം നടത്തി. MSS ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജി അധ്യക്ഷത വഹിച്ചു. MSS സംസ്ഥാന സെക്രട്ടറി PM അബ്ദുൽ നാസർ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി, കീഴൂർ സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി കലക്ടർ മാഹിൻ ഹാജി, പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KEA ബക്കർ, തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി TCA റഹ്മാൻ, ഉപ്പള മേഖലാ സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി TA മൂസ, MSS ഖത്തർ ചാപ്റ്റർ ചെയർമാൻ MP ഷാഫി ഹാജി, സ്റ്റേറ്റ് കമ്മിറ്റി മുൻ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സമീർ ആമസോണിക്സ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ നമ്മളെ കുറേ വഖഫ് സ്വത്തുക്കൾ ഇല്ലാതാക്കാൻ ശ്രമം പഠിക്കണം. വംശം അടിച്ചാൽ കിട്ടും, ഇപ്പൊ കിട്ടും, ആർക്കും കിട്ടും. വംശം അടിച്ച അപ്പം കിട്ടും, ആർക്കും ഓപ്പൺ ചെയ്യാനുള്ള കോട ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിപ്പോ റെഡിയാണ് ഇവിടെ. ഇനി നിങ്ങൾ പുതിയ വഖഫ് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ വേഗം പോയി അപ്ലോഡ് ചെയ്യണം. ആ വഖഫ് ബോർഡ് ഓഫീസിൽ എന്നിട്ട് അതിന്റെ ആധാരം കൊടുത്താൽ അവർ അപ്ലോഡ് ചെയ്യും. കൈവശ സർട്ടിഫിക്കറ്റും ആധാരം കൊടുത്താൽ അത് ഓക്കെയാണ്. അത് ചെയ്യൽ നിങ്ങളെ കടമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറയുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 6 മാസത്തിനകം വഖഫ് ചെയ്ത ആളുടെ പേരും വിവരവും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്തരം വഖഫ് സ്വത്തുക്കൾ വഖഫ് അല്ലാതെയാകും. അവിടെ കലക്ടർ വന്ന് ബോർഡ് വെക്കുന്നു, ഗവൺമെന്റ് സ്ഥലം എന്ന് പറയും, പിടിച്ചെടുക്കും, പിന്നെ അവിടെ പറയാൻ പറ്റില്ല. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ A ഹമീദ് ഹാജി സ്വാഗതവും MSS ജില്ലാ സെക്രട്ടറി CA അഹമ്മദ് കബീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.